ഓർത്തുകൊള്ളുവിൻ. 105 സങ്കീർത്തനം 6 വാക്യമാണ് നാം ചിന്തിക്കുന്നത്. എന്താണ് ഒരു ദൈവവൈതൽ ഓർക്കേണ്ടത്? ഒന്ന്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഓർത്തുകൊള്ളുവിൻ. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ജീവിതയാത്രയിൽ എപ്പോഴും ഓർക്കേണ്ടതാണ്. പ്രതീക്ഷകളൊക്കെ അടഞ്ഞപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഓർക്കണം. 2, അവൻ്റെ അടയാളങ്ങൾ ഓർത്തുകൊള്ളുവീൻ. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. അടുത്ത വാക്ക് പറയുന്നു, അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, നമ്മെ ശിക്ഷിച്ചു വളർത്തേണ്ടതിന് ചിലപ്പോൾ ന്യായവിധിയിലൂടെ പരീക്ഷയിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം. പക്ഷേ ഇതെല്ലാം ഓർത്തുകൊള്ളുവീൻ. ഈ പ്രഭാതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങൾ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ ശക്തനാ, അടയാളങ്ങൾ ചെയ്യാൻ ശക്തനാ. ആ ദൈവപ്രവൃത്തിയെ ഓർത്ത് ധ്യാനിച്ചുകൊള്ളുവീൻ. കർത്താവെ, ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. ഓർക്കേണ്ടതിനെ ഓർത്ത് നന്ദി കരയേറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.